ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എക്കണോമിക് സർവേ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ ഔട്ട്ലുക്കാണ് ചെയ്തത്. അതിനുശേഷം ബജറ്റ് വന്നു. ബജറ്റ് 2 ദിവസമായി. മാർക്കറ്റ് അതൊക്കെ ഒരു തരത്തിൽ ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയാം. പക്ഷേ എനിക്ക് ചില പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഗ്രൂപ്പിലും മറ്റുമൊക്കെ ആയിട്ട് ചില അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ബജറ്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ആദ്യം തരാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് സെക്ടറും ഒരുപാട് ഫോക്കസ്ഡ് ഏരിയയും ഒരുപാട് ബെനിഫിഷ്യൽ സെക്ടേഴ്സും സ്റ്റോക്കുകളും ഉള്ള ഒരു ബജറ്റാണിത്. അതുകൊണ്ട് തന്നെ ചില ഗ്ലിംസ് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചില ഡീകോഡിങ് നടത്തിയതിന് ശേഷം ഞാൻ ഗ്രൂപ്പിലും അവിടെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ, ഒരു ബജറ്റ് ഔട്ട്ലുക്ക് മാത്രം പറയാമെന്ന് വിചാരിച്ചു. ചില സെക്ടറുകളും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചില സെക്ടറുകളും, പിന്നെ പടിപടിയായിട്ട് നമുക്ക് വീക്കെൻഡ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബജറ്റ് ഓവറോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്ട്രസ്, അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% നിന്നും 12.5 ആക്കിയിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 15% നിന്ന് 20% ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ സെബിയുടെ റിപ്പോർട്ട് കൂടി ഇന്ന് വന്നിട്ടുണ്ട്, ട്രേഡേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ. ചെറിയൊരു തരത്തിൽ മാർക്കറ്റ് അത് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എടുത്തു. പിന്നീട് അത് മാർക്കറ്റ് വലിയ രീതിയിൽ ഉൾക്കൊണ്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം 2 ദിവസത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ട്രേഡേഴ്സ് ട്രേഡ് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും, ഓപ്ഷൻ ട്രേഡേഴ്സ് ആയാലും. പക്ഷേ ഇതൊരു അവസാനമായി എന്ന് പറയാൻ പറ്റില്ല. STTയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു അവസാനമില്ല. കാരണം സെബിയുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാം, എക്സ്പേർട്ട് കമ്മിറ്റിയുടെ മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൺട്രോളിങ് മെഷേഴ്സ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സിൽ ഇനിയും വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനി അത് എന്താണ് വീക്കിലി എക്സ്പയറി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോൺട്രാക്ട് സൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെബിയുടെ ഭാഗത്ത് എന്താണ് ഇനി വരാനുള്ളതെന്ന് നമുക്കറിയില്ല. ഈ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു റെഗുലേറ്ററി മെഷർ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അത് ചിലപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി സീരിയസ് ആക്കി ഉൾക്കൊണ്ടേക്കാം. അപ്പോൾ ഓവറോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വിസിബിലിറ്റി ഉള്ള ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും പക്ഷേ എല്ലാ സെക്ടറിനെയും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സങ്കടമുള്ളത് മിഡിൽ ക്ലാസ് പീപ്പിൾ, അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന മിഡിൽ ക്ലാസ് കാറ്റഗറി, അവർക്ക് അർഹിച്ച ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ 10 വർഷം മുമ്പ് ഉണ്ടായതാണ്, അതിപ്പോൾ 70,000 ആക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശരിയായ ബെനിഫിറ്റ് അവിടെ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ പ്രോപ്പർട്ടി ഹോൾഡിങ്സിൽ ചെറിയ പ്രശ്നം, എന്നാലും ടാക്സിൽ മൈനറായിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. കാൽക്കുലേഷൻ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കുറഞ്ഞാലും റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആ ഒരു കാരണത്താൽ ചെറിയൊരു നെഗറ്റിവിറ്റി, പക്ഷേ അത് എനിക്ക് തോന്നുന്നു സോർട്ട് ഔട്ട് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് എനർജി സെക്ടർ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ സീവേജ്, എനർജി, റിന്യൂവബിൾ എനർജി, എല്ലാ അഗ്രികൾച്ചറൽ സെക്ടറിന് പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ സെക്ടറിന് ആവശ്യമുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അഫോർഡബിൾ ഹൗസിംഗ്. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ വിചാരിച്ച പോക്കറ്റ്. അഫോർഡബിൾ ഹൗസിങ്ങിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രീൻ എനർജി വന്നിട്ടുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശ് ഒരു കോalition ഗവൺമെൻറ് എന്ന നിലയിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 15,000 കോടി രൂപ അമരാവതി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ്. പിന്നെ ബീഹാറിൻ്റെ സ്പെഷ്യൽ പാക്കേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് എക്കോണമിയിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പെൻഡ് ചെയ്ത പണം തിരിച്ച് മാർക്കറ്റിലേക്ക് തന്നെ വരും. ഇപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളായാലും ശരി, ഇപ്പോൾ ടെമ്പിൾ കോറിഡോർ അങ്ങനെ ഇപ്പോൾ അത് ടൂറിസമായിട്ട് പ്രൊമോട്ട് ചെയ്തു. അത് എക്കോണമിയിൽ തന്നെ ഒരു പ്രൊഡക്റ്റീവ് മെഷറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അമരാവതിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു ക്യാപിറ്റൽ സിറ്റി ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. ഇനി ഫർദറായിട്ടുള്ള കാര്യങ്ങൾക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചൊരു എനിക്കൊന്ന് കോalition ഗവൺമെൻറ് ആയതുകൊണ്ട് ആ ഒരു ഫേവറിറ്റിസത്തിലേക്ക് പോയതായിരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അഗ്രികൾച്ചറൽ സൈഡായാലും റിന്യൂവബിൾ എനർജി സൈഡായാലും ഇനി ഈവൻ അഗ്രികൾച്ചർ സെക്ടറിൽ മീൻസ് സെക്ടർ വൈസ് നോക്കുന്ന സമയത്തൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ക്യാപിറ്റൽ മാർക്കറ്റ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്. അതായത് ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം IT കമ്പനികളൊക്കെ തന്നെ 17,000 കോടി രൂപയുടെ ബൈബാക്കാണ് TCS അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് ബൈബാക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഡിവിഡൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കമ്പനികൾ ആ പണം തിരിച്ച് ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ബൈബാക്ക് ചെയ്ത് കിട്ടുന്ന പണം
അല്ലെങ്കിൽ ബൈബാക്ക് നമ്മളിപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് സറണ്ടർ ചെയ്തിട്ട് കമ്പനിക്ക് കിട്ടുന്ന പണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ ടാക്സബിൾ ആണ് ഇനി. അപ്പോൾ ആ ടാക്സബിൾ നമ്മൾ കിട്ടുന്ന പണത്തിന് മുഴുവൻ, ഇപ്പം നിങ്ങളിപ്പോൾ 1000 രൂപയുടെ ഒരു ഷെയർ നിങ്ങൾ TCS സബ്മിറ്റ് ചെയ്തു, അപ്പോൾ TCS നിങ്ങൾക്ക് 1000 രൂപ തരികയാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിയ പൈസ 400 രൂപയായിരുന്നു, നിങ്ങളിപ്പോൾ 1000 രൂപയ്ക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് കയ്യിൽ വരുന്ന സമയത്ത് ഈ 1000 രൂപയുടെ മുകളിലാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വാങ്ങിയ പൈസ അതിൽ നിന്ന് കുറക്കാൻ കഴിയില്ല. അതായത് 400 രൂപയ്ക്ക് വാങ്ങി 1000 രൂപയ്ക്ക് സറണ്ടർ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിൻ ഉണ്ടാകുന്നത് 600 രൂപയാണ്. അവർ ടാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1000-ന്റെ മുകളിലാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 400 രൂപ പിന്നീട് എപ്പോഴെങ്കിലും വരുന്ന ക്യാപിറ്റൽ ലോസുമായിട്ട് ഓഫ്സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കമ്പനികൾ ഈ രീതിയിൽ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കമ്പനികൾ ആ പൈസ ഇങ്ങനെ കൊടുക്കാൻ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കില്ല. മിക്കവാറും അത് റിസർവായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കമ്പനികൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ആ മുന്നോട്ട് രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കായിരിക്കും വരാൻ സാധ്യത. അത് ഒരു കാര്യം. ബൈബാക്ക് ഇനി കുറയാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഈ ട്രേഡേഴ്സിൻ്റെ കൺട്രോളിങ്. അത് സെബിയുടെ കൂടി കൺഫർമേഷൻ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ഈ ഒരു ടാക്സ് കൺഫർമേഷൻ കൊണ്ട്. കാരണം കൂടുതൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച്, ഇപ്പോൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ദിവസവും വളരെയേറെ ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡിലും മറ്റൊക്കെ ആയിട്ടാണ്. എന്നാലും 40 രൂപ 60 രൂപയ്ക്കാണ് വരുന്നത്. ഒരു 1,00,000 രൂപയ്ക്ക് വരുന്ന സമയത്ത് 0.006 എനിക്ക് തോന്നുന്നു 40 രൂപ 60 രൂപയൊക്കെ ഡിഫറൻസാണ് വരുന്നത്. 1,00,000 രൂപ വരുന്ന സമയത്ത് STTയുടെ 60 രൂപ വരുന്നു. അതുപോലെ തന്നെ 40 രൂപയൊക്കെയാണ് വരുന്നത് സെല്ലിങ്ങിലും പൊസിഷൻസിലൊക്കെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വിശദമായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വലിയൊരു എഫക്റ്റ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വരാം. പക്ഷേ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യാൻ തന്നെ ചെയ്യും. ഇപ്പോൾ സെബിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഡാറ്റ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജാണ്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ പെനൽറ്റി ചെയ്യുക. അപ്പോൾ അവർ തുടർന്നും ട്രേഡ് ചെയ്യാൻ തന്നെ ചെയ്യും. ഈ 40-50 രൂപ 1,00,000 മുകളിൽ ടാക്സ് കയറി എന്ന് വെച്ചിട്ട് അവർ ട്രേഡ് നിർത്താനൊന്നും പോകുന്നില്ല. അത് തന്നെയാണ് മാർക്കറ്റ് കാണുന്നത്, ഇപ്പോഴും മാർക്കറ്റ് കാണുന്നത്. ഇന്നലെയൊക്കെ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ 1000 പോയിൻറ്റ്സിൽ അവിടെ ഇവിടെയൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും കുറച്ചുകൂടി ടാക്സ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഷാർപ്പ് ആവുക, ഷൂഡാവുക, അതിനനുസരിച്ചിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്രേഡേഴ്സ് ആണെങ്കിൽ മാത്രം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 12.5 ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അപ്പം ഒരു റിട്ടേൺ അത്രമാത്രം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബജറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും 1 രൂപ ഇന്ത്യയുടെ റവന്യൂവിൽ 27 പൈസയും വരുന്നത് നമ്മൾ കടമെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 33% നമ്മുടെ റവന്യൂയും ഇപ്പോഴും ബോറോയിങ്സും അതുപോലെ തന്നെ മറ്റുള്ള കടമെടുക്കലും തന്നെയാണ്. 19 രൂപയാണ് ഇൻകം ടാക്സ് വഴി വരുന്നത്, 18 പൈസയാണ് GST വഴി വരുന്നത്, 17 പൈസ കോർപ്പറേറ്റ് ടാക്സാണ്. പിന്നെ മറ്റുള്ള റിസീപ്റ്റ്സ് ഒക്കെ കൂടി 9, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 6, കസ്റ്റംസ് ഡ്യൂട്ടി വഴി 4 രൂപ, ഇങ്ങനെയാണ് 1 രൂപ. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് കൊടുക്കുന്ന അവരുടെ ഡെവലപ്മെൻറ്റ് മെഷേഴ്സിന് 21 പൈസ കൊടുക്കുന്നുണ്ട്. 19 പൈസയും നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് 1 രൂപയിൽ 33 പൈസ നമുക്ക് വരുന്നത് ലോണായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കടം എടുക്കുന്നു. അതിൽ തന്നെ 19 പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നെറ്റ് അവിടെ വരുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, 27 പൈസ ലോൺ എടുക്കുന്നു, 19 പൈസ നമ്മൾ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് മൊത്തം വരുമാനത്തിൻ്റെ 33% ബോറോയിങ്സും മൊത്തം ചെലവിൻ്റെ 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുമാണ്. പിന്നെ 16 പൈസയാണ് സെൻട്രൽ എക്സൈസ് സ്കീമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ കുറവാണ് നമ്മൾ സെൻട്രൽ വെൽഫെയർ സ്കീമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കണ്ടീഷൻ അത്രമാത്രം ഒരു ഫേവറബിൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ നോക്കുന്ന സമയത്ത്. പിന്നെ ഫിനാൻസ് കമ്മീഷനും മറ്റുള്ള സെൻട്രൽ സ്പോൺസേഡ് സ്കീംസിനൊക്കെ 8 രൂപയാണ് കൊടുക്കുന്നത്. ഡിഫൻസിന് 8 രൂപ വിലക്ക് വെച്ചിട്ടുണ്ട്. സബ്സിഡി കൊടുക്കാനായിട്ട് 6 രൂപ വെച്ചിട്ടുണ്ട്. പെൻഷന് വേണ്ടിയിട്ട് 4 രൂപ കൊടുക്കുന്നു. സോ ഇതാണ് ഒരു അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പം ലോങ് ടേം അതുതന്നെ വളരെ കാര്യമായിട്ട് കാണേണ്ടത് FDI റൂൾസ്. അതായത് നമുക്കറിയാം 2014 ഏകദേശം പല സെക്ടറുകളിലും 26% FDI റൂൾ. അത് പിന്നീട് 49% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പല സെക്ടറുകളിലും വർദ്ധിപ്പിച്ചു. പിന്നീട് അടുത്ത് 74% ഇപ്പോഴും അവർ പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനുള്ള പദ്ധതികൾ ഉണ്ടാക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇന്ത്യയിലെ ബിസിനസ് കൂട്ടാൻ അല്ലെങ്കിൽ ബിസിനസ് വളരെ സിമ്പിളായിട്ട് നടത്താനുള്ള റിലാക്സേഷൻ ഓഫ് റൂൾസ് കൊണ്ടുവരും തന്നെയാണ്. ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ചൈനയിൽ ഇപ്പോഴത്തെ അവസ്ഥ പ്രമാണിച്ച് ഉള്ളത് അത് കണ്ടുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ചൈനയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള കാര്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുക തന്നെയാണ്.
അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് അവരുടെ ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻസ് കൊണ്ടുവരാനും അതിൻ്റെ ഡിജിറ്റലൈസേഷനും ഒക്കെ ആയിട്ട് വേണ്ട പ്രയോറിറ്റി കൊടുക്കും. ഇതൊക്കെ വളരെ ഫോർകാസ്റ്റ് കൂടി കാണേണ്ടതാണ്. കൂടുതൽ FDI ഇന്ത്യയിലേക്ക് വരും. കാരണം ഇപ്പോൾ ഓൾറെഡി FDI ഫ്ലോ അത്രമാത്രം കുറവാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും മറ്റുള്ള വർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് FDI ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 44.42 ബില്യൺ മറ്റോ ആണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അത് വളരെ കുറവാണ്. അത് അട്രാക്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന പറയുന്നത് അത് ക്യാപിറ്റൽ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് വന്നിരിക്കുന്നത് റൂറൽ സ്പെൻഡിങ്ങിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിന് FMCG സെക്ടറിനും അതുപോലെ തന്നെ 2 വീലർ സ്പേസിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കിട്ടാൻ. കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് ക്യാഷ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്, ടാക്സിൽ സ്ലാബിൽ വ്യത്യാസം വരുത്തി, ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സോ ഒരു 10 മുതൽ 20,000 രൂപ വരെ ഏകദേശം ഒരു റിലാക്സേഷൻ ഒരു മിഡിൽ ക്ലാസ് ഗ്രൂപ്പിന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ടാക്സ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ ജോലി വർക്ക് ഫോഴ്സിന് 15,000 രൂപയുടെ ശമ്പളം ആദ്യ മാസങ്ങളിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് റൂറൽ സ്പെൻഡിങ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ FMCG സെക്ടറിൽ ഫോക്കസ് തന്നെയാണ്. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ്, നമ്മുടെ എംപ്ലോയബിലിറ്റി സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എഞ്ചിനീയേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ എംപ്ലോയബിൾ ആയിട്ടുള്ള ക്വാളിറ്റി കുറവാണെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എക്കണോമിക് സർവേയിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏകദേശം 60,000 കോടി രൂപയുടെ നീക്കിവെപ്പാണ് വന്നിരിക്കുന്നത്. 2 മില്യൺ യൂത്തിനെ, അത് 20 ലക്ഷം ആൾക്കാരെ സ്കിൽ അപ്ഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് 1000-ഓളം ITIകൾ പുതുതായിട്ട് തുടങ്ങുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് വന്നിട്ട് ഫോക്കസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഗുണം ലഭിക്കാൻ പോകുന്നത് വരുന്ന വർഷങ്ങളിലായിരിക്കും. സോ അതൊക്കെ ഇന്ത്യൻ എക്കോണമിയിൽ തന്നെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ PLI ഔട്ട്ലേ ഏകദേശം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻഷുറൻസ് 3,500 കോടി രൂപയാണ് ഓട്ടോ സെക്ടറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 2025. കഴിഞ്ഞ പ്രാവശ്യത്തെ അലോക്കേഷൻ വെറും 604 കോടി രൂപയായിരുന്നു. അവിടുന്ന് 3,500 കോടി രൂപയായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കീ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കീ സെക്ടർ എന്ന നിലയിൽ വളരെയേറെ ബെനിഫിറ്റ് ഇവിടെ കിട്ടാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിൾസ് കോമ്പോണൻസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആക്കി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടിന്, അതായത് ലിഥിയം, കൊബോൾട്ട് അങ്ങനെയുള്ള റയർ മിനറൽസിൻ്റെ ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി മാർച്ച് 2026 വരെ മീൻസ് അങ്ങോട്ടേക്ക് കൂട്ടിയിട്ടുണ്ട് സമയം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ രംഗത്ത് പ്രത്യേകിച്ചും EVയിൽ ഫോക്കസ് ചെയ്യുന്ന വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതാണ്. അതുപോലെ ഞാൻ കാണുന്നത് EV ഒരു സെഗ്മെൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ ബഡ്ജറ്റിൽ ഈ ഡിഫൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഫോക്കസ് ഏരിയ ഈ പറയുന്ന ഏരിയയിലും ഇലക്ട്രിക് വെഹിക്കിളുകളുടെ മാനുഫാക്ചറിങ് രംഗത്ത് ഒരു ഗ്ലോബൽ ഹബ്ബായി മാറുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കാം. കാരണം ഇത്രയും വലിയ അലോക്കേഷൻ വന്നു, 604 കോടിയിൽ നിന്നും 3,500 കോടി രൂപയുടെ അലോക്കേഷൻ EV ഫോക്കസ് ചെയ്യുന്നു. ആത്മനിർഭർ ഭാരത് EVയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫോഴ്സിന് ആവശ്യമുള്ള ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് സപ്പോർട്ടീവോടുകൂടി കൂടുതൽ EV റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാം. അതുവഴി നല്ല രീതി 10 മില്യൺ, ഏകദേശം 1 കോടിയോളം ഈ യങ്സ്റ്റേഴ്സിന് ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി കിട്ടും. ഈ പറയുന്ന വർക്ക് ഫോഴ്സിൻ്റെ ഗ്യാരണ്ടി സ്കീംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ അതൊരു ഫോക്കസ് ഏരിയ ആയിട്ട് തോന്നും. ഇനി MSME എടുത്തു കഴിഞ്ഞാൽ, MSMEകൾക്ക് കൂടുതൽ ലോണുകൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുദ്ര ലോണിൻ്റെ 20 lakhsലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് അവിടെ കൂടുതൽ മെഷീനറികൾ എക്യുപ്മെൻറ്റ് ചെയ്യാനും ടെക്നോളജി അപ്ഗ്രഡേഷനും ഒക്കെ തന്നെ സഹായിക്കും. അതായത് കൂടുതൽ വലിയ ഇൻഡസ്ട്രീസിനെ സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് MSME യൂണിറ്റുകൾ തുടങ്ങാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MSME ആ ഒരു സെക്ടറിന് കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി എനിക്ക് തോന്നുന്നു വലിയ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ MSME സെക്ടർ പാരലായിട്ട് വളർന്നു വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എനർജി രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ എനർജി, ഗ്രീൻ ട്രാൻസിഷൻ ആ ഒരു രംഗത്തും മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം ഏകദേശം 12.8 മില്യൺ രജിസ്ട്രേഷൻസ് ആണ് കഴിഞ്ഞ ഒരു വർഷത്തേക്ക് വന്നത്. അതായത് 1.4 മില്യൺ ആപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്, 1.4 മില്യൺ ആപ്ലിക്കേഷൻസ്. സോ ഇതിൻ്റെയൊക്കെ കാണിക്കുന്നത് ആ ഒരു രംഗത്തും, പിന്നെ മാത്രമല്ല ഈ സോളാർ പാനലുകളൊക്കെ ഉണ്ടാക്കാനാവുന്ന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ അതിലും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് EV റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ ആ ഒരു തീമിലേക്കാണ് എനിക്ക് ഫോക്കസ് പോകുന്നത്. പ്രത്യേകിച്ചും ടെക്സ്റ്റൈലായിരുന്നു എൻ്റെ ബഡ്ജറ്റിന് മുമ്പ് ഞാൻ വിചാരിച്ചത്. ടെക്സ്റ്റൈലിന് അത്രമാത്രം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. പക്ഷേ ടെക്സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ ഞാനും ഡീകോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എനർജി, ഗ്രീൻ എനർജി, EV, PLI സ്കീംസ്, ഓട്ടോ, അതുപോലെ തന്നെ
റിന്യൂവബിൾ എനർജിയിൽ തന്നെ മറ്റുള്ള ഈ പറയുന്ന ഏറ്റവും ക്ലീനസ്റ്റ് സോഴ്സ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജിയാണ് നമ്മുടെ ന്യൂക്ലിയർ പവർ. ന്യൂക്ലിയർ പവറിൻ്റെ അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം 600-700 കോടി അലോക്കേഷൻ ഉണ്ടായ സ്ഥലത്ത് 2600 കോടി രൂപയുടെ അലോക്കേഷൻ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ചെറിയ ചെറിയ റിയാക്ടറുകൾ ഉണ്ടാക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല ടൈപ്പും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സും നടക്കുന്നുണ്ട്. റഷ്യ ആയിട്ടുള്ള ഓൾറെഡി 6 റിയാക്ടറുകളുടെ ടൈപ്പ് നടന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിയാക്ടറുകൾ ഉണ്ടാക്കിയിട്ട് ന്യൂക്ലിയർ എനർജിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിന് NTPC പോലുള്ള കമ്പനികൾക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. BHEL, NTPC, പവർ മെക്ക് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഒരു കംപ്ലീറ്റ് ബഡ്ജറ്റ് അനലൈസ് ചെയ്യാൻ പറ്റില്ല. സോ വരുന്ന ദിവസങ്ങളിൽ ഓരോ സെക്ടറായിട്ടും ഓരോ സ്പെസിഫിക് സെക്ടറായിട്ടും ഞാൻ അനലൈസ് ചെയ്യാം. അതിനായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമാണ്. കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തൊരു കാര്യം, ഒരിക്കലും നമ്മുടെ വീഡിയോയുടെ താഴെ ഇനി ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇതിൻ്റെ ചർച്ച പോകരുത്. ബജറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് പ്യുവർലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഇത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ദയവ് ചെയ്തിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കുക. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് എങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്നു, നമ്മളെ സംബന്ധിച്ചിട്ട് റീറ്റെയിലേഴ്സിന് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മെച്ചമുണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻസും എൻ്റെതോ നിങ്ങളുടേതോ പേഴ്സണൽ പൊളിറ്റിക്സ് ഇൻട്രസ്റ്റും ഇതിൽ മിക്സ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. കൂടുതൽ ചർച്ചകൾ ഞാൻ അവിടെ ഗ്രൂപ്പിലും പങ്കുവെക്കുന്നുണ്ട്. വോയിസ് വിക്കൽപ്പിൻ്റെ രൂപത്തിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള പിക്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ലഭ്യവുമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.